എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. ഇന്ന് ഒരു നല്ല ദിവസമാണ്, വലിയ പെരുന്നാളാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നവരായിക്കോട്ടെ, ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, തിരക്കും കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞ് നമുക്ക് ശനിയും ഞായറും ലഭിച്ചിട്ടുണ്ടല്ലേ. മാത്രമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നല്ല ഒരു റാലിയും നടത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ നല്ല രീതിയിലേക്ക് തിരികെ വരുന്നു. അല്ലെങ്കിൽ ചില ആൾ താഴെ നിന്ന് വാങ്ങിയ ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രീനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ട്രേഡേഴ്സിനെ സംബന്ധിച്ചും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആഴ്ചകളായിരുന്നു കഴിഞ്ഞു പോയത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തില്ല എങ്കിലും കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ തീർച്ചയായിട്ടും അന്നേരം സംസാരിച്ച് എന്തായിരുന്നു, ഒരു ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതിയിലുള്ള നമ്മളുടെ വ്യൂ ആണ് അവിടെ പറഞ്ഞിരുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഈ ആഴ്ച എങ്ങനെയാണ് മാർക്കറ്റിന്റെ രീതി എന്ന് നോക്കാം. നമ്മൾ നേരത്തെ എങ്ങനെയാണോ സംസാരിച്ചിരുന്നത് അതേ ചാനൽ തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേ ചാനലിന്റെ അതേ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് റേഞ്ചിൽ നിന്നും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് തന്നെ കുതിച്ചു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന ആ പ്രധാനപ്പെട്ട ന്യൂസ് എന്നത് നമ്മളുടെ പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട ചില ന്യൂസുകൾ ഉണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? നമ്മുടെ പലിശ നിരക്ക് ഓൾറെഡി നമ്മൾ ഉദ്ദേശിച്ചത് എത്രയായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നത് 6% ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നൊരു 25 ബേസിസ് പോയിന്റ് കുറച്ചുകൊണ്ട് 5.75 എന്ന അവസ്ഥയിലേക്ക് വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ എല്ലാവർക്കും ഒരു സർപ്രൈസ് നൽകിക്കൊണ്ട് RBI ഗവർണർ 50 ബേസിസ് പോയിന്റിന്റെ ഒരു കുറവ് വരുത്തി 5.50 എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു റാലി ഇവിടെ നടത്തുന്നതായിട്ട് കാണുവാൻ സാധിച്ചത്. ഇതിനേക്കാൾ എടുത്തു പറയേണ്ട കാര്യം എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നിഫ്റ്റിയെ കൂടുതൽ വീഴാതെ ഇതുവരെ കാത്തുകൊണ്ട് പോയത് നമ്മുടെ ബാങ്കിങ് സെക്ടർ ആയിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിവിഷൻ ആയിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പലപ്പോഴും മാർക്കറ്റ് താഴേക്ക് വീഴുന്ന രീതിയിൽ, അതായത് നമ്മുടെ നിഫ്റ്റി പലപ്പോഴും താഴേക്ക് വരുന്ന രീതിയിലേക്ക് വന്നിരുന്നുവെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തുവാൻ വേണ്ടി പരമാവധി നമ്മളെ ബാങ്ക് നിഫ്റ്റി സഹായിച്ചു എന്നതാണ് സത്യം. അതുപോലെ തന്നെ ഗ്ലോബൽ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എങ്കിൽ തന്നെ ഇപ്പോൾ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ട്. താരിഫായിട്ട് ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കേസിലേക്ക് വരുമ്പോൾ അദ്ദേഹം പല നയങ്ങളും ഓരോ ദിവസവും കൊണ്ടുവരുന്നുണ്ട്. അതനുസരിച്ചാണ് പലപ്പോഴും അമേരിക്കൻ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന അല്ലെങ്കിൽ ട്രംപിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ സഹായിച്ചിരുന്ന ഒരാളായിരുന്ന എലോൺ മസ്കുമായിട്ടും ട്രംപ് ഇപ്പോൾ ഉടക്കിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വരും ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ന്യൂസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറയുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട ചാനലിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുക്കുന്നു. മാർക്കറ്റ് അതിനുശേഷം മുകളിലേക്ക് കയറുവാനുള്ള ഒരു ശ്രമം നടത്തി നല്ല രീതിയിൽ വെള്ളിയാഴ്ച പോയി 25,000 മുകളിൽ പോയി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാം. ഇവിടെ ഇനി നമുക്ക് സംസാരിക്കേണ്ട കേസ് എന്നാൽ പ്രധാനപ്പെട്ട സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും തന്നെയാണ് നമ്മൾ ഇനി സംസാരിക്കേണ്ടത്. ഈ ആഴ്ച നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട റേഞ്ചുകൾ നിങ്ങൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. രണ്ട് കാര്യങ്ങളാണ്. നമ്മളുടെ PCR നോക്കുമ്പോഴും ഒരു ബുള്ളിഷ് മൊമെന്റമുള്ള മാർക്കറ്റാണ് കാണുവാൻ സാധിക്കുന്നത് അല്ലേ. പക്ഷേ നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഇവിടെ കാണുന്നത് കണ്ടില്ലേ. നിങ്ങൾ NSEയുടെ സൈറ്റ് എടുത്ത ശേഷം നിങ്ങൾ നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ OA ബിൽഡപ്പ് ഇവിടുത്തെ ആ ഒരു ചേഞ്ചസ് ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല. അതായത് 15,91,000 എന്ന അവസ്ഥയിൽ ഇവിടെ കോൾ സെല്ലേഴ്സ് കിടക്കുമ്പോൾ ഇവിടേക്ക് വന്നാലോ 15,55,000 എന്ന അവസ്ഥയിലാണ് അവിടെ പുട്ട് സെല്ലേഴ്സും. അപ്പോൾ ഒരു ടൈറ്റ് റേഞ്ചിലാണ് അവിടെ കിടക്കുന്നത്. എന്നാൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്, 25,000 മുകളിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. അത് മാത്രമല്ല, നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ PCR നോക്കിക്കഴിഞ്ഞാൽ 1 ഓവറോൾ നോക്കിയാലും ഇവിടെ 1. അതുപോലെ തന്നെ അറ്റ് ദ മണിയിലേക്ക് വന്നാലും 1 പുറത്തുള്ളത് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അതൊരു ബുള്ളിഷ് മൊമെന്റം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ NSE സൈറ്റിലേക്ക് വരുമ്പോൾ ഓവറോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ടൈറ്റ് റേഞ്ചിലേക്ക് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റിനെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ഒരു ദിവസത്തെ ട്രേഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളത് വാച്ച് ചെയ്യുക. ഈ OA ബിൽഡപ്പും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്തുകൊണ്ടാണ് എന്ന് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ട്രേഡ് കഴിയുമ്പോൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബുൾ മൊമെന്റം തന്നെയാണ് നമ്മുടെ മാർക്കറ്റ്. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ്? 25,000 പുറത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തു, അത് പോസിറ്റീവ് കാര്യം തന്നെയാണ്. നേരെ ഇങ്ങോട്ട് വരൂ, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ പ്രധാനപ്പെട്ട 2 സോണുകൾ പറഞ്ഞിരുന്നു. എവിടെയൊക്കെയായിരുന്നു? ഇതാണ് ഫസ്റ്റ് പ്രൈസ് സോൺ നമ്മൾ വരച്ചത്. രണ്ടാമത് അതിൻ്റെ സപ്പോർട്ട് ഏരിയ ഇതുമായിരുന്നു അല്ലേ. അപ്പോൾ ഇതിനെ ശക്തമായി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിരിക്കുന്നു എന്ത്? ബാങ്ക് നിഫ്റ്റി. അപ്പോൾ അത് നല്ലൊരു സൂചന തന്നെയാണ്. തീർച്ചയായിട്ടും നിഫ്റ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും അനുഗ്രഹമാകുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ നേരെ നമ്മൾ തിരിച്ച് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാം. അതായത് ആദ്യം നമുക്ക് റെസിസ്റ്റൻസ് തന്നെ പറയാം, അതിനുശേഷം നമുക്ക് സപ്പോർട്ട് കാര്യം സംസാരിക്കാം. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ആദ്യം എടുക്കാൻ പറ്റുന്നത് 25,113 എന്നൊരു പ്രധാനപ്പെട്ട റേഞ്ചാണ്.
മനസ്സിലായില്ലേ? എന്താണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഹൈ ആണത്. ഇനി അതല്ല, ഇങ്ങോട്ട് വന്നാൽ തന്നെയും നമുക്കറിയാൻ സാധിക്കും ഒരു പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് അത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ 25,113 എന്നൊരു വളരെ പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. 25,113 ബ്രേക്ക് ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റ് പിന്നെ അടുത്ത റെസിസ്റ്റൻസ് ആയിട്ടുള്ള 25,336 എന്ന റേഞ്ചിനെ ലക്ഷ്യമാക്കി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 25,336 എന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യത, അത് ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരു പ്രധാനപ്പെട്ട റേഞ്ചാണ്. ആ 25,336 എന്നത് വളരെ പ്രധാനപ്പെട്ട റേഞ്ചാണ്. അതുകൂടി ബ്രേക്ക്, ഈ രണ്ട് കടമ്പകൾ കടന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റ് എവർ ടൈം ഹൈ എന്ന ആ ഒരു പ്രധാന ലക്ഷ്യത്തിലേക്ക് കുതിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 25,113, 25,336 എന്നീ പ്രധാന കടമ്പകൾ തീർച്ചയായിട്ടും നമ്മുടെ നിഫ്റ്റിക്ക് കടന്നാൽ മാത്രമേ എവർ ടൈം ഹൈ ലക്ഷ്യമാക്കി നമ്മുടെ മാർക്കറ്റ് പോകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ OI ബിൽഡപ്പിലുള്ള ആ ഒരു ടൈറ്റ് റേഞ്ച് ഇവിടെ കിടക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മാത്രമല്ല, പലപ്പോഴും പലരും ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇവിടെ വില്ലനായി നിൽക്കുന്ന ട്രംപ് പലതും ഓരോ സമയത്തും പറയുന്നുണ്ട്. അപ്പോൾ പലരും പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ മടിക്കുന്നു എന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ ഈ ഒരു OI ബിൽഡപ്പിൽ കാണുവാൻ സാധിക്കും. നോക്കൂ, നല്ല രീതിയിലുള്ള ഒരു അൺവൈൻഡിങ് രണ്ട് സൈഡിൽ നിന്ന് അവസാന നിമിഷം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കോൾസെല്ലേഴ്സ് ആണ് കൂടുതൽ അൺവൈൻഡിങ് നടത്തിയിരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി താഴേക്ക് വന്ന സപ്പോർട്ട് എന്നത് അടുത്തടുത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട സപ്പോർട്ടുകളാണ് ഇവിടെ. ഏതൊക്കെയാണ്? 24,700 എന്ന റേഞ്ച് നിങ്ങൾക്ക് നോക്കാം. തൊട്ട് താഴെ 24,674 എന്ന റേഞ്ചും പ്രധാനപ്പെട്ട സപ്പോർട്ടുകളായിട്ട് തന്നെ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവ ബ്രേക്ക് ചെയ്താൽ, അതായത് ഈ രണ്ട് സപ്പോർട്ടുകളും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് എന്നത് 24,467 എന്ന പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കീ സപ്പോർട്ട് എന്നത് ശരിക്കും 24,467 ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്തു, നമ്മുടെ പ്രധാനപ്പെട്ട ചാനലും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടത് ഈ രണ്ട് തുടക്കത്തിലുള്ള 24,700, 24,674 എന്ന പ്രധാനപ്പെട്ട രണ്ട് സപ്പോർട്ട്, അത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ലക്ഷ്യം 24,467 ആണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിഫ്റ്റിയിലെ ആ ഒരു ബുള്ളിഷ് രീതി അവസാനിക്കുന്നുവെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ഇനി അതല്ല, നിലവിലുള്ള അവസ്ഥയിൽ നിഫ്റ്റി ബുള്ളിഷ് രീതി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ബുള്ളിഷ് രീതിയെ കടക്കണമെങ്കിൽ ഏതാണ്? രണ്ട് കടമ്പകളുണ്ട്. അതൊക്കെയാണ് 25,113, അതിന് തൊട്ട് മുകളിൽ 25,336. അപ്പോൾ ഈ റേഞ്ചുകളും പ്രധാനപ്പെട്ടതാണ്. ഇത് കടന്നാൽ മാത്രമേ ഉള്ളൂ നിഫ്റ്റിക്ക് ഒരു ശക്തമായിട്ടുള്ള ബുള്ളിഷ് മൂവിലേക്ക് നിഫ്റ്റി നീങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഞാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് കണക്ക് കൂട്ടുന്നത് തീർച്ചയായിട്ടും ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതി തന്നെയാണ് നിലവിലും ഞാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് കണക്ക് കൂട്ടുന്നത്. കാരണം നമ്മളുടെ ഈ ഒരു പ്രധാനപ്പെട്ട 25,113 എന്ന ആ ഒരു റേഞ്ചെങ്കിലും ബ്രേക്ക് ചെയ്തിരുന്നുവെങ്കിൽ, അങ്ങനെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ബുള്ളിഷിലേക്ക് നമുക്ക് വരുന്നു എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു കൺസോൾട്ടേഷൻ അവിടെ അവസാനിക്കുന്നു, ഇനി ഒരു ട്രെൻഡിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ ഉണ്ടായത്, അല്ലെങ്കിൽ കഴിഞ്ഞ അങ്ങേ ആഴ്ച നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ നോക്കൂ, ഇപ്പോൾ കുഴപ്പമില്ലാത്ത കണ്ടീഷനിലേക്ക് തിരികെ വരുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അതും നല്ലൊരു സൂചനയാണ്. ഇനി അത് മന്ത്ലി ചാർട്ടിലേക്ക് പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ബുള്ളിഷ് രീതി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട്, അതായത് പ്രധാനപ്പെട്ട റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ടും താഴെ നിന്നും നല്ലൊരു ബൈയിങ് മോഡിലേക്ക് പോയി അത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. നേരത്തെ നമ്മൾ എന്താണോ സംസാരിച്ചത്, അതായത് നമ്മുടെ ഈ ഒരു പ്രൈസ് ഓൺ ഒരു പ്രധാന റേഞ്ചാണെന്ന് പറഞ്ഞു. ഈ പ്രൈസ് ഓൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിശക്തമായ ക്യാൻഡിൽ ഫോം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതിശക്തമായ ക്യാൻഡിൽ തന്നെ ഫോം ചെയ്തിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് എന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ സാധിക്കും. ഈ ഒരു റേഞ്ച് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു പ്രൈസ് ഓൺ എന്ന റെസിസ്റ്റൻസ് ഏരിയ ഇനി പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നിങ്ങൾക്കിവിടെ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ബുള്ളിഷ് രീതി ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടി നല്ലൊരു ബുള്ളിഷിലേക്ക് നീങ്ങുന്നു. നിഫ്റ്റി ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതിയിലേക്ക് നീങ്ങുന്നു. നിഫ്റ്റി ഞാൻ പറഞ്ഞു ഏതൊക്കെ റേഞ്ചുകൾ ബ്രേക്ക് ചെയ്താലാണ് ആ ബുള്ളിഷിലേക്ക് നീങ്ങുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകം ഓർക്കുക, ഇത് എൻ്റെ വ്യൂ ആണ്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനത്തെ ട്രേഡുകൾ എടുക്കൂ എന്ന് ഒരിക്കലും നിങ്ങളോട് പറയുകയല്ല. ഇത് എൻ്റെ വ്യൂ, ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമാണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിലൊക്കെ ഒരിക്കലും ഇന്ന സ്റ്റോക്കുകൾ എടുക്കൂ, ഇന്ന സ്റ്റോക്കുകൾ വാങ്ങൂ എന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കുന്നില്ല. ഇതെല്ലാം ഒരു പഠനാവശ്യത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾ എടുക്കാവൂ എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് എന്നത് നമ്മളുടെ വിക്സിൻ്റെ ക്രാഷാണ്. ഇന്ത്യ വിക്സ് നല്ല രീതിയിൽ ക്രാഷ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ 14.63 എന്ന അവസ്ഥയിലേക്ക് വിക്സും വന്ന് നിൽക്കുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ആ ഒരു ബുൾ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ആ ഒരു സൂചനയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ബുധനാഴ്ച, അതായത് കഴിഞ്ഞ എക്സ്പയറിയുടെ കഴിഞ്ഞ ബുധനാഴ്ച സംഭവിച്ച എന്താണ്? ഭയങ്കരമായിട്ടുള്ള ഒരു വിക്സിൻ്റെ ക്രാഷ് നിങ്ങൾ കണ്ടിരുന്നു അല്ലേ?
ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതിശക്തമായ വിക്സിൻ്റെ ഒരു ക്രാഷ് ആ ദിവസങ്ങളിൽ ഇവിടെ കാണുവാൻ സാധിച്ചിരുന്നു. ശരിക്കും അന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു 500 പോയിന്റിന് ഇപ്പുറമൊക്കെ പുട്ട് സൈഡ്, അതായത് എക്സ്പയറിക്ക് ഒരു ദിവസം മാത്രമേ ഉള്ളൂ എക്സ്പയറി, അതായത് തൊട്ട് മുന്നത്തെ ദിവസം തന്നെ 63 രൂപ പ്രീമിയം എവിടെ ഉണ്ടായിരുന്നു? 24,150 പുട്ടിന് 63 രൂപ പ്രീമിയം ഉണ്ടായിരുന്നു. പെട്ടെന്നത് ക്രാഷായി അന്നൊരു ഉച്ച കഴിഞ്ഞ് 1 മണിയോടെ ക്രാഷായ ശേഷം അന്ന് വൈകിട്ടോടെ അത് ഏറെക്കുറെ ഒരു 13 രൂപയിലേക്കൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അതുപോലെയുള്ള ഒരു മെൽറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ സംഭവിച്ചത്. വിക്സ് നല്ല രീതിയിൽ താഴേക്ക് വരുമ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു ശക്തമായിട്ടുള്ള ട്രാവലും അല്പം കുറയുമെന്ന കാര്യം സത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നോക്കുക, മാർക്കറ്റ് ഇനി മുന്നോട്ട് പോയാലും ചെറിയ ചെറിയ ആ ഒരു മൂവ്മെൻറ്റ് വഴി ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും ഇനി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ. ഇനി അതല്ല എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വിക്സ് സ്പൈക്ക് ചെയ്യും, മാർക്കറ്റിൽ ആ ഒരു പ്രീമിയം ഒക്കെ കൂടുതൽ സ്പൈക്ക് ചെയ്യുന്നതും കാണാൻ സാധിക്കും. കാരണം ട്രംപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് രീതി അങ്ങനെയാണ്. നല്ല രീതിയിൽ SL ഒക്കെ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓവർനൈറ്റ് പൊസിഷനുകൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ പരമാവധി ഹോൾഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നല്ല ഹെഡ്ജിങ്, നല്ല SL കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്തായാലും SL നമുക്ക് ഓവർനൈറ്റ് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മൾ ഇനി USD INRലേക്ക് വന്നു കഴിഞ്ഞാലും US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് അത് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അതും കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് രീതി തന്നെയാണ്. ഇപ്പോൾ 85.73 എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഡോളറിന് ഇന്ത്യൻ റുപ്പീസ് എന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ ഗോൾഡിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡിലൊക്കെ നല്ല ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ ആളുകളും ഗോൾഡിൽ നിന്നും ഇറങ്ങി മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് സത്യം അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ അവസരത്തിൽ ഗോൾഡിൻ്റെയൊക്കെ വില നല്ല രീതിയിൽ കുറയുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. ഇത് നമ്മളുടെ മാർക്കറ്റിനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സഹായിക്കുന്ന രീതിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്കറിയാം മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ക്രാഷ് ആവുന്ന സമയത്ത് ഗോൾഡിലായിരിക്കും ആളുകൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ആ ഒരു സുരക്ഷിത മാർഗം എന്ന രീതിയിൽ തീർച്ചയായിട്ടും എല്ലാവരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലേ? അപ്പോൾ നേരത്തെയൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ആ ഗോൾഡൊക്കെ ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് അതിനുശേഷം നല്ലൊരു മൂവ് മുകളിലേക്ക് നൽകിയുണ്ടായി. ഏറെക്കുറെ ഞാൻ ഈ ഒരു ഭാഗത്ത് വെച്ചൊക്കെ ഞാൻ ഗോൾഡ് വാങ്ങി സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു റേഞ്ചിലൊക്കെ ഞാൻ വിറ്റ് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അറിയാം, നമുക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യുവാൻ. ഒരിക്കലും ബ്ലൈൻഡായിട്ട് ചെയ്യാതിരിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം പഠിച്ച് മാത്രമേ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ US മാർക്കറ്റിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ US മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്കിലും പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് നാസ്ഡാക്ക് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗ ജോൺസിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നു എന്നത് സത്യം തന്നെയാണ്. കാരണം മാർക്കറ്റിന് എങ്ങോട്ട് പോകണമെന്ന് US മാർക്കറ്റിനും അറിയാത്തൊരവസ്ഥയാണ്. എങ്കിലും പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യുന്നു എന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു താരിഫ് വിഷയമാണ് അവിടെയും മാർക്കറ്റിനെ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് അവിടെയും നിൽക്കുന്നത്. പക്ഷേ ആ ഒരു ബുള്ളിഷ് മൊമെന്റത്തിൽ പിടിച്ചു നിൽക്കാൻ US മാർക്കറ്റിന് ശ്രമിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി നമ്മൾ മറ്റ് ഡേറ്റകളിലേക്ക് വന്നാൽ ആദ്യം നമുക്ക് OI ബിൽഡപ്പിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് മൊമെൻ്റമുള്ള രീതിയിലുള്ള ഡേറ്റ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 24,800, 700 റേഞ്ചുകളൊക്കെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് മാറുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല 25,000 തന്നെ കൂടുതലും പുട്ട് സെല്ലേഴ്സ് കൂടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ് മൊമെൻ്റത്തിൽ തന്നെ മാർക്കറ്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ഡാറ്റകൾ വെച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് FIAസിൻ്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് FIAs പലപ്പോഴും ക്യാഷ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ബൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ അവർ സെല്ല് ചെയ്ത് മാറുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അവർ ബൈ ചെയ്യുന്നു, അതുപോലെ തന്നെ അടുത്ത ദിവസം സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള രീതിയാണ്. കാരണം അവർക്കും ഒരു ധാരണ വന്നിട്ടില്ല. കാരണം ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഈ ഒരു അനിശ്ചിതത്വമാണ് ഇതിന് തീർച്ചയായിട്ടും കാരണം ഈ ഒരു ചേഞ്ചസ് ഇടയ്ക്ക് ബൈ ചെയ്യുക ഇടയ്ക്ക് സെല്ല് ചെയ്യുക എന്നത് അവർക്കും ഒരു ധാരണ കിട്ടാത്ത രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. എങ്കിലും നമ്മളെ സഹായിക്കുന്ന ഒരാളുണ്ട്, ആരാണ്? DIs. അവർ തുടർച്ചയായിട്ട് നല്ല രീതിയിൽ സെല്ല് ചെയ്യുന്നു. കാരണം മ്യൂച്വൽ ഫണ്ടൊക്കെ നല്ല രീതിയിൽ ആളുകൾ SIP ഇട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സ്റ്റോക്കുകൾ വാങ്ങണം അല്ലേ? അപ്പോൾ അവർ അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് താഴേക്ക് വീഴാതിരിക്കാനുള്ള ഒരു കാരണവും. അല്ലെങ്കിൽ നല്ല ശക്തമായിട്ടൊക്കെ താഴെ പോകേണ്ട ഒരു മാർക്കറ്റാണ്. പക്ഷേ നമ്മളെ പരമാവധി കുറേ നാളായിട്ട്, വർഷങ്ങളായിട്ടെന്ന് പറയാം, ആര് സഹായിക്കുന്നുണ്ട്? നമ്മളുടെ DIs ഇവിടെ സഹായിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും നമ്മുടെ മാർക്കറ്റിൽ ചെറിയ രീതിയിലെങ്കിലും FIAസിൻ്റെ ബൈയിങ് വരുമ്പോഴായാലും നല്ല രീതിയിൽ DIസിൻ്റെ ബൈയിങ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ആ ഒരു ബുള്ളിഷ് രീതി കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. ഇനി നമുക്ക് ഓപ്ഷനിൽ എങ്ങനെയാണ് FIAs കാര്യങ്ങൾ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കോൾ ബൈ ചെയ്തേക്കുന്നത് 1.48 ലാക്കാണ് അല്ലേ?
അപ്പോൾ അത് ബുള്ളിഷ് എന്ന രീതിയാണ്. ഇനി താഴേക്ക് വന്നാലോ പുട്ട് ബൈ ചെയ്തേക്കുന്നത് 1.42 ലാക്കുമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നതെങ്കിലും അവസാന ദിവസത്തെ ആ ഒരു ചേഞ്ചസ് നമുക്ക് നോക്കാം. ഇവിടെ 26,000-നാണ് അവർ കോൾ ബൈ ചെയ്തെങ്കിൽ 24,000-ന് കോൾ സെൽ ചെയ്തിരിക്കുന്നു. ശരിക്കും ഇത് ബുള്ളിഷ് നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഒരു ടൈറ്റ് റേഞ്ചിലാണ്, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഒരു ബുള്ളിഷ്നെസ് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ ഡേറ്റയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ചെയ്യാം. ഇനി പ്രോസിൻ്റെ കേസിലേക്ക് വന്നാലോ 1.74 ലാക്കിനാണ് അവർ ബൈ ചെയ്തിരിക്കുന്നത് ഓവറോൾ. അതുപോലെ തന്നെ അപ്പോൾ ബുള്ളിഷാണ്. താഴേക്ക് വന്നാൽ പുട്ട് ബൈ ചെയ്തിരിക്കുന്നത് വളരെ തുച്ഛമാണ്. അവരൊരു നല്ല ബുള്ളിഷിലേക്ക് അവർ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ നേരേക്ക് വന്ന ചേഞ്ചസ് ഒന്ന് നോക്കിയേ. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ 1.23 ലാക്കിന് അവർ കോൾ ബൈ ചെയ്തിരിക്കുന്നു. ശരിക്കും ഈ ഒരു മാറ്റം 1.74 എന്ന ഈ ഒരു മാറ്റം അവിടെ വരാൻ കാരണം ഈ വെള്ളിയാഴ്ച അവർ നല്ല രീതിയിലൊരു കോൾ ബൈയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു ബുള്ളിഷ് എന്ന രീതിയിലേക്ക് പ്രോസ് വന്നു. അതിൻ്റെ മാറ്റമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രോസും ഒരു ബുള്ളിഷ് രീതിയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഓവറോൾ നോക്കിയാൽ ഡേറ്റകൾ പറയുന്നത് ഒരു ബുള്ളിഷ് രീതിയിലേക്ക് നമ്മുടെ മാർക്കറ്റ് പോകുമെന്നാണ് അല്ലേ. പക്ഷേ ഇവിടെ നോക്കൂ, ക്ലയൻറ്റ് നല്ല രീതിയിലുള്ള സെല്ലിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. അവർ ഒരു സ്ട്രോങ് ബെയറിഷിലേക്ക് വന്നിരിക്കുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു അതിന് എഗൻസ്റ്റ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് നീങ്ങുക എന്നല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ ടീമുകളെല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബുള്ളിഷ് രീതിയിലാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു ബുൾ മൊമെൻറ്റം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞാൻ പറഞ്ഞു വിക്സ് ഒക്കെ ഡൗൺ ആയ സ്ഥിതിക്ക് ഒരു വലിയ മൂവുകളല്ല, 400-500 പോയിന്റൊക്കെ നേരത്തെ ഉള്ള മൂവ്മെൻറ്റ് പോലെ ആയിരിക്കില്ല. ചെറിയ രീതിയിലെങ്കിലും മാർക്കറ്റ് മുകളിലേക്ക് കയറുവാനുള്ള ശ്രമം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിനി ഇൻഡെക്സ് ഫ്യൂച്ചറിലേക്ക് വരാം. എന്താണ് ഇവിടെ FIS ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. FIS നേരത്തെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് ആയിരുന്നു ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അല്ലേ. പക്ഷേ നോക്കൂ, അവസാന ദിവസത്തേക്ക് വരുമ്പോൾ ഇവിടെ വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവരുടെ ആ ഒരു വലിയ സെല്ലിംഗ് എന്ന രീതി അവർ കുറയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്പം അല്ലേ, കുറച്ചെങ്കിലും അത് കുറയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് പോസിറ്റീവ് രീതിയാണ്. നമ്മൾ DISന്റെ കേസിലേക്ക് വന്നാലും അവർ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പോസിറ്റീവ് രീതി നിലനിർത്തുന്നതായിട്ട് അല്ലെങ്കിൽ ബുള്ളിഷ് രീതി നിലനിർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രോസിലേക്ക് വരാം. നമുക്ക് പ്രോസിലേക്ക് വന്നാൽ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ ഉള്ള ആ ഒരു രീതി തന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ക്ലയൻറ്റ്സ് മുന്നേ ഉള്ള കാലഘട്ടത്തിലെ പോലെ തന്നെ അത് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷിലേക്ക് അവർ ഫ്യൂച്ചറിനെ കൊണ്ട് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഓവറോൾ ഡേറ്റകൾ കഥ പറയുന്നത് ആ മാർക്കറ്റിൽ ആ ഒരു ബുൾ മൊമെൻറ്റം നിലനിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് ഡേറ്റകൾ വെച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ന്യൂസ് സംബന്ധമായ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറി മറിയാം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ഒരു കാലഘട്ടം. പലപ്പോഴും സർപ്രൈസ് ന്യൂസ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത്. ഇന്നലെ തന്നെ 50 ബേസിസ് പോയിന്റ് എന്ന സർപ്രൈസ് വന്നുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ റാലി ചെയ്തു. ഇനി എന്തെങ്കിലും മാർക്കറ്റിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സർപ്രൈസ് വന്ന് വീണാൽ എന്ത് ചെയ്യും? മാർക്കറ്റ് കറക്റ്റ് ചെയ്യും നല്ല രീതിയിൽ. പക്ഷേ മാർക്കറ്റ് ശക്തമായി തിരിച്ചു കയറുമെന്ന് നമുക്കറിയാം എപ്പോഴായാലും അല്ലേ. ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കൂ, നേരത്തെ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപിൻ്റെ ചില വേലകൾ കാരണം മാർക്കറ്റ് ശക്തമായി ഗ്യാപ് ഡൗണിലേക്ക് വരും, താഴേക്ക് വീഴുന്നു അല്ലേ. പക്ഷേ മാർക്കറ്റ് പിന്നെന്ത് ചെയ്തു? തിരികെ കയറി പോകുന്നുണ്ട്. പക്ഷേ ഇതാണ് സംഭവം. അതായത് സർപ്രൈസ് ന്യൂസുകൾ വരുമ്പോൾ മാർക്കറ്റ് അതേ രീതിയിൽ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ പ്രൈസ് ആക്ഷൻ കറക്റ്റായിട്ട് വർക്കാവുകയും ചെയ്യും. പക്ഷേ ന്യൂസുകൾ നമുക്കൊരു വില്ലനായിട്ട് പലപ്പോഴും വരാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ആഴ്ച പ്രധാനപ്പെട്ട ഏതെങ്കിലും ഇവൻറ്റുകൾ ഉണ്ടോ എന്ന് നോക്കാം. ഇവൻറ്റുകളുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമായിട്ടൊന്നും ഉള്ള ഒരു ഇവൻ്റായിട്ട് ഈ ഒരാഴ്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇൻഫ്ലേഷൻ റേറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഇത് കോമൺ ആയിട്ടുള്ള കേസുകൾ തന്നെയാണ്. എങ്കിലും മാർക്കറ്റ് ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ ആ ഒരു സ്വഭാവം കാണിക്കും ഇതൊക്കെ വരുമ്പോൾ. പക്ഷേ ഒരു വലിയ ഇവൻറ്റുകൾ ഈ ആഴ്ച ഉള്ളതായിട്ട് ഞാൻ കണക്കാക്കത്തില്ല. പക്ഷേ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജൂൺ 18-നാണ് ശരിക്കും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റൊക്കെ വലിയൊരു ഇവൻറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അപ്പോഴെ പൊസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത ആഴ്ച നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡിങ്ങിലേക്കൊക്കെ കയറി നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോൾ ഈ 2 ദിവസം കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ബൈ.